തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അറ്റകുറ്റപ്പണിക്കിടെ ഇലക്ട്രിക് കമ്പികൾ വീണ് ബൈക്ക് യാത്രികന് ഗുരുതര പരുക്ക്. കാഞ്ഞിരംകുളം സ്വദേശി രാജേന്ദ്രനാണ് പരുക്കേറ്റത്. അറ്റകുറ്റപ്പണിക്കായി KCB കമ്പികൾ താഴെ ഇറക്കുന്നതിനിടെയായിരുന്നു അപകടം. വിവരങ്ങളുമായി അജ്മൽ ദിരാർ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അജ്മൽ, യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണോ ഇത്തരത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്? അതോടൊപ്പം തന്നെ ഇപ്പോൾ പരുക്കേറ്റ ആളുടെ ആരോഗ്യനില എങ്ങനെയാണ്? ശ്രീനിധി, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ കാട്ടാക്കടയിൽ നിന്ന് നെയ്യാറ്റിൻകരയിലേക്ക് വരുന്നതിനിടയിൽ പിതാവും മകനും സഞ്ചരിച്ച ബൈക്കിലേക്ക് ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണ് അപകടമുണ്ടായത്. അച്ഛൻ രാജേന്ദ്രൻ, അദ്ദേഹം കാഞ്ഞിരംകുളം സ്വദേശിയാണ്, 50 വയസ്സുണ്ട്. അദ്ദേഹത്തിനാണ് പരിക്കേറ്റത്. അദ്ദേഹത്തെ സമീപത്തെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിക്ക് ഗുരുതരമാണ്. മകന് നിസ്സാരമായ പരിക്കുകളോടെ മകൻ രക്ഷപ്പെടുകയായിരുന്നു. ഇത് സംഭവം ഈ KCB ലൈൻ അഴിച്ചുമാറ്റിയുള്ള അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഉച്ചയോടെ ഇവർ ബൈക്കിൽ സഞ്ചരിച്ച് വരുന്നതിനിടെ ഈ ലൈൻ അഴിച്ചുമാറ്റുന്നതിനുള്ള അറ്റകുറ്റപ്പണികളിൽ ഏർപ്പെടുന്നതിനിടെ ഈ ലൈൻ പൊട്ടി വീഴുകയായിരുന്നു. ഈ പണികളൊക്കെ നടക്കുന്ന സമയത്ത് റോഡ് വാഹനങ്ങൾ ശരിക്കും പോകുന്ന സ്ഥലമാണെന്ന് പറയുന്നു. തിരക്കേറിയ സ്ഥലമാണ്. ആ സമയത്ത് അവിടെ ഈ വാഹനങ്ങളെ നിയന്ത്രിക്കാൻ യാതൊരു വിധത്തിലുള്ള ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന ആരോപണം കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഇവർ അപകടം കൂടി ഉണ്ടായിരിക്കുന്നത്. ശ്രീനിധി, ശ്രീ അജ്മൽ ദിരാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.